ഇതൊരു വല്ലാത്ത കഥയാണ്. ഞാൻ ഗുവാഹട്ടി മെഡിക്കൽ കോളേജിൽ സീനിയർ റെസിഡൻസ് ചെയ്യുന്ന കാലം OP നിറവയറുമായിട്ട് ഒരു സ്ത്രീ എൻ്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. അവരുടെ കൂടെ അവരുടെ ഭർത്താവും ഉണ്ട്. കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ അവർ 6 മാസത്തിലേറെ പ്രഗ്നൻ്റ് ആയിരുന്നു. പ്രശ്നം അവിടെയല്ല ആരംഭിക്കുന്നത്. അവർക്ക് ഇപ്പോഴാണ് പ്രമേഹം ഉണ്ടെന്ന് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നത്. ഗ്രാമത്തിൽ നിന്നുള്ളവരായത് കാരണം അവർക്ക് പ്രമേഹത്തിനെ കുറിച്ച് യാതൊരു അറിവുകളും മുന്നേ ഉണ്ടായിരുന്നില്ല. ഒരു ചെറുപ്പക്കാരിക്ക് പ്രമേഹം വരുമെന്ന് പോലും അവർ ഒരിക്കലും മനസ്സിൽ വിചാരിച്ചിരുന്നില്ല. അതിനാൽ ഇതുവരെ ഒരു ഡോക്ടറുടെ അടുത്തേക്ക് പോകാനോ ടെസ്റ്റ് ചെയ്യാനോ അവർ കൂട്ടാക്കിയിരുന്നില്ല. എന്നാൽ ചില ബുദ്ധിമുട്ടുകൾ കണ്ടു തുടങ്ങിയതിന് ശേഷം ഒരു ഡോക്ടറെ സമീപിക്കുക, 6 മാസം ഡോക്ടറെ സമീപിക്കുമ്പോഴാണ് അവർക്ക് പ്രമേഹം ഉണ്ട് എന്ന് തന്നെ അവർ തിരിച്ചറിയുന്നത്. ഇതിൽ സങ്കടകരമായൊരു കാര്യം, പല സ്ഥലങ്ങളിലും പോയെങ്കിലും ഷുഗർ അവരുടെ ഒരുപാട് ഹൈ ആയിട്ട് നിന്നതിനാൽ HbA1c, അതായത് കഴിഞ്ഞ 3 മാസത്തെ ആവറേജ് തന്നെ ഒരു 10-12 മുകളിലുള്ളതിനാൽ ഈ വയറ്റിലുള്ള കുഞ്ഞിന് അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി പല ഡോക്ടർമാരും അവരോട് ശ്രദ്ധ കൊടുക്കാനും ഈ കുട്ടി അലസിപ്പോകാനുള്ള സാധ്യത, ഗർഭം അലസിപ്പോകാനുള്ള സാധ്യതയോ അല്ലെങ്കിൽ ഡേഞ്ചർ, അമ്മയുടെയോ കുഞ്ഞിൻ്റെയോ ശരീരത്തിൽ ഡേഞ്ചർ വരാനുള്ള സാധ്യതയുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നു. ആരും അത്തരമൊരു റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാവുന്നില്ല. അവസാനം ഒരു ഗതിയില്ലാതെയാണ് അവർ ആ മെഡിക്കൽ കോളേജിലേക്ക് എൻ്റെ അടുത്തേക്ക് വരുന്നത്. ഞാനന്ന് സീനിയർ റെസിഡൻസിയാണ് ചെയ്യുന്നത്. ഞാനന്ന് പ്രൊഫസറോ അല്ലെങ്കിൽ ഒരു സീനിയർ ഡോക്ടറോ അല്ല. അപ്പം ഞാൻ നേരെ ഇവരെയും കൂട്ടി എൻ്റെ HOD അടുത്തേക്ക് പോയി. HOD സാറിൻ്റെ അടുത്ത് ഞാൻ കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഇവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു. അപ്പോഴും പ്രതീക്ഷയറ്റിട്ടാണ് അവർ വന്നിട്ടുള്ളതെങ്കിലും ഞങ്ങളുടെ സംസാരവും ഒരു മെഡിക്കൽ കോളേജിൻ്റെ അറ്റ്മോസ്ഫിയറൊക്കെ കണ്ട് അവരുടെ കണ്ണിലൊരു തിളക്കം വന്നു. എന്നാലും എനിക്കും എൻ്റെ HODയുടെ ഉള്ളിൽ അറിയാമായിരുന്നു ഇതൊരു ഹൈ റിസ്ക് പ്രഗ്നൻസി ആണ്. പേഷ്യൻ്റെ കുഞ്ഞിനോ മരണം വരെ സംഭവിക്കാവുന്ന കാര്യമാണ്. അവർ കുറേ കാലം ആറ്റുനോറ്റിട്ടാണ് ഈ ഒരു പ്രഗ്നൻസി ഉണ്ടായിരിക്കുന്നത്. ഒരു 3-4 വർഷം കല്യാണം കഴിഞ്ഞ് അവർ പരിശ്രമിച്ചിട്ടാണ് ഈ ഒരു പ്രഗ്നൻസി വന്നിരിക്കുന്നത്. അവർക്കിത് വിട്ടുകളയാനുള്ള മനസ്സും ഇല്ല. രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ ആ ഒരു സ്ത്രീയെ ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയും HOD പറഞ്ഞു, അശ്വിൻ ഇവരെ അഡ്മിറ്റ് ചെയ്യണം, നമുക്ക് നോക്കാം. ഇവരുടെ കേസ് ഇൻചാർജ് ഞാൻ അശ്വിനെ ഏൽപ്പിച്ചിരിക്കുന്നു. അശ്വിൻ ഇവരെ തീർച്ചയായിട്ടും അഡ്മിറ്റ് ചെയ്ത് ഫോളോ അപ്പ് ചെയ്തിട്ട് നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അവരെയും ഭർത്താവിനെയും വിളിച്ച് ഞാൻ കൃത്യമായ വിവരങ്ങളൊക്കെ പറഞ്ഞ് അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ പ്രഗ്നൻസിയിൽ നമ്മൾ പ്രമേഹം ഉണ്ടെങ്കിൽ കൊടുക്കുന്ന ഒരു ചികിത്സ എന്ന് പറയുന്നത് ഇൻസുലിനാണ് ഏറ്റവും സേഫസ്റ്റ് പ്രഗ്നൻസിയുടെ സമയത്ത്. കാരണം മരുന്നുകൾ അമ്മയുടെ ശരീരത്തിൽ നിന്ന് കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് പോകാനുള്ള ചില സാധ്യതകളുണ്ട്. അതിനാൽ എപ്പോഴും പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് പ്രമേഹം ഉണ്ടെങ്കിൽ നമ്മൾ ഇൻസുലിൻ തന്നെയാണ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക. കാരണം അനാവശ്യമായിട്ടൊരു കുഞ്ഞിന് മരുന്ന് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇൻസുലിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അവരെ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം വാർഡിൽ വെച്ച് തന്നെ അവരുടെ ഷുഗർ നിലവാരം നമ്മൾ ഒരു ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ച് റിപ്പീറ്റഡ്ലി ഒരു ദിവസം 6, 8, 10 നേരം ഒരു നോട്ട് ബുക്ക് വാങ്ങിക്കൊണ്ടുവന്ന് അവരോട് ടെസ്റ്റ് ചെയ്യാൻ പറയുന്നു. റിപ്പീറ്റഡ്ലി ടെസ്റ്റ് ചെയ്യുന്നു. ഷുഗർ നോർമലിലേക്ക് പതുക്കെ വരാൻ തുടങ്ങി. ഞാനായിരുന്നു ഇൻചാർജ്. ഞാൻ രാവിലെ റൗണ്ട്സിന് പോയി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ അടുത്തേക്കാണ് ആദ്യം പോകുക. കാരണം ഇവരുമായിട്ട് പരിചയമായി, എനിക്കാണ് ഇവരുടെ ചുമതല. അപ്പോൾ ഇവരുടെ അടുത്തേക്ക് ആദ്യം പോവും, ഇവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കും, ഷുഗർ നിലവാരം നോക്കും, അതിനനുസരിച്ചുള്ള ഡോസ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ റൗണ്ട്സിന് മുന്നേ തന്നെ, സീനിയർ ഡോക്ടേഴ്സിൻ്റെ റൗണ്ട്സിന് മുന്നേ തന്നെ ഞാൻ വരുത്തി കൊടുക്കും. കൂടാതെ മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് ഗൈനക്കോളജി വിഭാഗത്തിൻ്റെ സഹായവും ഞങ്ങൾ തേടുകയും ആവശ്യമുള്ള സ്കാനുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരുന്നു. രസകരമായ കാര്യം, അവർ 9-ാം മാസം ഒരു നല്ല ആരോഗ്യമുള്ള കുഞ്ഞിനെ പ്രസവിച്ചു. നോർമൽ ഡെലിവറി ആയിരുന്നു. കുഞ്ഞ് കുറച്ച് വലുതാണെങ്കിലും നോർമൽ ഡെലിവറി ആയിരുന്നു. ഇതാണ് മെഡിക്കൽ സയൻസിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. 1+1 is never equal to 2. നമുക്കൊരിക്കലും ഇതാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കംപ്ലീറ്റ്ലി പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ മിറാക്കിൾസ് സംഭവിക്കാം. അങ്ങനെ കുഞ്ഞ് ജനിക്കുന്നു. അവർ ആദ്യം അഡ്മിറ്റ് ആയിരുന്ന വാർഡായതുകൊണ്ട് അവരുടെ ഹസ്ബൻഡ് ഒരുപാട് സ്വീറ്റ്സും മധുര പലഹാരങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങളെ കാണാൻ വന്ന് സന്തോഷം അറിയിക്കാൻ വേണ്ടി എന്നെ പ്രത്യേകം വിളിച്ച് അവർ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചില പച്ചക്കറികളും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലേക്ക് വെച്ച് തന്നു. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഞങ്ങളുടെ മനസ്സിലത് ഒരുപാട് സന്തോഷം ഉണ്ടാക്കി. കാരണം അവരൊരുപാട്
പൈസ ഉള്ള ഒരു ഫാമിലി ആയിരുന്നില്ല. എന്നാലും അവരുടെ സന്തോഷം അറിയിക്കാൻ വേണ്ടി തരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളും, അവരുടെ സന്തോഷം മുന്നിൽ കണ്ടപ്പോൾ അവരുടെ മുഖത്ത് ആ ചിരിയും, എല്ലാ പ്രതീക്ഷയും കൈവിട്ട് പോയിട്ട് വന്ന് അത് എല്ലാം മാറി ഒരു നല്ലൊരു കുഞ്ഞ്, ആരോഗ്യമുള്ള ഒരു കുഞ്ഞ് ജനിച്ചതിൻ്റെ സന്തോഷം ഞങ്ങളും കൂടെ പങ്കുവച്ചു. ഇത് ഞാനിവിടെ പറയാൻ കാര്യം, പല കാര്യങ്ങളും നമുക്ക് നല്ല വിൽ പവർ ഉണ്ടെങ്കിൽ, നല്ല പ്രതീക്ഷ ഉണ്ടെങ്കിൽ, നല്ലൊരു മെഡിക്കൽ ബാക്കപ്പ് ഉണ്ടെങ്കിൽ മിറാക്കിൾസ് പോലും സംഭവിക്കാം എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലുള്ള മെഡിക്കൽ കഥകൾക്ക് വേണ്ടി നിങ്ങൾ വീണ്ടും വീഡിയോസ് തുടർന്നും കാണുക. പ്ലീസ് ഷെയർ ദിസ് വീഡിയോ ടു എനിവൺ. ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി.